വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ്, കേരളത്തിലെ കോൺഗ്രസിലെ മുതിർന്ന നേതാവ്, അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയ്ക്ക് ഇടയാക്കും. ഇത്തരം ഊഹാപോഹങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ആ ഊഹാപോഹങ്ങൾ വാർത്തകളായി വരികയും ചെയ്തിരുന്നു. എന്നാൽ ആരും അത് സ്ഥിരീകരിച്ചിരുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് ഇതുവരെയും ആരും പറഞ്ഞിരുന്നില്ല. മുസ്ലിം ലീഗ് നേതാക്കളും പറഞ്ഞിരുന്നില്ല, കോൺഗ്രസ് നേതാക്കളും പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ വി.ഡി. സതീശൻ അത് വെളിപ്പെടുത്തുന്നു. കേരള കൗമുദിക്ക് നൽകിയ അഭിമുഖത്തിലാണ് വി.ഡി. സതീശൻ പറയുന്നത്, മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിൽ എന്ന് വെച്ചാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം UDF വിടാൻ തീരുമാനിച്ചിരുന്നു. അത്തരമൊരു ആഗ്രഹം മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ഉണ്ടായിരുന്നു എന്ന് കേരള കൗമുദിയിൽ വന്ന ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂവിൽ ചോദ്യം ഇങ്ങനെയാണ്: യാത്രാനന്തരം വി.ഡി. സതീശൻ സ്റ്റാറായി, UDF ജയിച്ചാൽ അടുത്ത മുഖ്യമന്ത്രിയാണോ എന്ന്. പുതുയുഗ യാത്രയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു ഇന്റർവ്യൂ നൽകുന്നത് വി.ഡി. സതീശൻ കേരള കൗമുദിക്ക്. പുതുയുഗ യാത്രയിലെ അനുഭവങ്ങൾ, അതിനുശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അതിനു മുമ്പുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നിവയൊക്കെ ഇതിൽ ചർച്ചയാകുന്നുണ്ട്. അതിൽ ആദ്യത്തെ ചോദ്യമാണ് യാത്രാനന്തരം വി.ഡി. സതീശൻ സ്റ്റാറായി എന്ന് വെച്ചാൽ പുതുയുഗ യാത്രയ്ക്ക് ശേഷം വി.ഡി. സതീശൻ സ്റ്റാറായി മാറിയിട്ടുണ്ട് എന്ന്. UDF ജയിച്ചാൽ അടുത്ത മുഖ്യമന്ത്രിയാണോ എന്നതാണ് ചോദ്യം. UDFന്റെ സ്റ്റാറാണ് അല്ലെങ്കിൽ UDFലെ സ്റ്റാറായി മാറിയിട്ടുണ്ട് എന്നാകും കൗമുദിയുടെ ലേഖകൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് UDF ജയിച്ചാൽ അടുത്ത മുഖ്യമന്ത്രിയാണോ എന്ന ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യത്തിനാണ് മുസ്ലിം ലീഗ് UDF വിടാൻ ആഗ്രഹിച്ച കാലമുണ്ടായിരുന്നു എന്ന് വി.ഡി. സതീശൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. കേരള കൗമുദി നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ: കുഴയ്ക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കരുത്. UDF ജയിച്ചാൽ അടുത്ത മുഖ്യമന്ത്രിയാണോ എന്ന ചോദ്യത്തിനാണ് വി.ഡി. സതീശന്റെ മറുപടി: കുഴയ്ക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കരുത്. ഞാൻ ഒരു കാലത്തും ഏതെങ്കിലും സ്ഥാനത്തിനായി പ്രവർത്തിച്ച ആളല്ല. 2021 ഞാൻ പ്രതിപക്ഷ നേതാവായി വരുന്ന കാലത്തെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. സത്യം പറഞ്ഞാൽ മുസ്ലിം ലീഗ് പോലും UDFൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിച്ച കാലം. ഇപ്പോൾ എല്ലാം മാറിയില്ലേ? എല്ലാവരും ഒറ്റക്കെട്ടായില്ലേ? ഇന്ന് UDF എന്നാൽ ഒറ്റ മനസ്സും ഒറ്റ ഹൃദയവുമാണ്. ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ല. പാർട്ടി എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ് അത്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവാൻ കച്ചകെട്ടി ഇറങ്ങിയ നേതാവല്ല, പാർട്ടിയെ കെട്ടുറപ്പുള്ളതാക്കാൻ ഇറങ്ങിയ ആളാണ്. ഇതാണ് വി.ഡി. സതീശന്റെ വാചകം. അവസാന ഭാഗത്തിൽ യാതൊരു തെറ്റുമില്ല. ആദ്യത്തെ ഭാഗമാണ് അപകടകരം. രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയാകാൻ സാധ്യതയുള്ള വാക്കുകൾ. അത് ഇപ്പോൾ തന്നെ CPIM ഏറ്റെടുത്തിട്ടുണ്ട്. മുസ്ലിം ലീഗ് നേതാക്കൾ വരും ദിവസങ്ങളിൽ മറുപടി പറയേണ്ടി വരും. വി.ഡി. സതീശൻ തന്നെ അതിന് ഒരു വിശദീകരണം നൽകേണ്ടിയും വരും. എന്താണ് അദ്ദേഹത്തിൻ്റെ വാക്ക്? 2021 ഞാൻ പ്രതിപക്ഷ നേതാവായി വരുന്ന കാലത്തെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. സത്യം പറഞ്ഞാൽ മുസ്ലിം ലീഗ് പോലും UDFൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിച്ച കാലമായിരുന്നു അത് എന്ന്. 2021 മുസ്ലിം ലീഗ് UDF വിടാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ് വി.ഡി. സതീശൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മുസ്ലിം ലീഗിനെ കുറിച്ച്, മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് എതിരെയും നേരത്തെയും ഇതുപോലെ വി.ഡി. സതീശൻ പ്രതികരിച്ചിരുന്നു. 5ാം മന്ത്രിസ്ഥാനം നമ്മുടെ മുന്നിലുണ്ട്. 5ാമത് മന്ത്രി വേണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് UDFിലുണ്ടാക്കിയ കലാപം, അവസാനം ഉമ്മൻചാണ്ടി അതിന് വഴങ്ങിയത്, അതിനെതിരെ അന്നത്തെ യുവ MLA മാർ എന്ന് പറയുന്ന വി.ഡി. സതീശൻ അടക്കമുള്ള ആളുകൾ രംഗത്ത് വന്നത്, പരസ്യമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയ്ക്ക് സ്കൂളുകൾ അനുവദിച്ച ഘട്ടത്തിൽ അത് കൂടിപ്പോയി, എന്തിനാണ് മലപ്പുറം ജില്ലയ്ക്ക് മാത്രം ഇത്രയും സ്കൂളുകൾ അനുവദിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ വകുപ്പിനെതിരെ, മുസ്ലിം ലീഗിനെതിരെ രംഗത്ത് വന്ന വി.ഡി. സതീശനെയും നമുക്ക് കാണാൻ കഴിയും. ഓർക്കണം, 2011-16 കാലത്ത് നടന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. അന്ന് വലിയ പ്രതിഷേധം മുസ്ലിം ലീഗ് നേതാക്കളിൽ നിന്ന്, മുസ്ലിം ലീഗ് അണികളിൽ നിന്ന് വി.ഡി. സതീശനെതിരെ ഉയർന്നു വരുവാൻ ഇടയാക്കിയിരുന്നു. അപ്പോഴും നിലപാടിൽ മാറ്റം വരുത്താനൊന്നും വി.ഡി. സതീശൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന്റെ നിലപാട് ഒരു സമുദായ നേതാക്കളുടെയും തിണ്ണ നിരങ്ങാൻ പോകില്ല എന്നത് തന്നെയായിരുന്നു. അതിപ്പോൾ വലിയ ചർച്ചയും വിവാദവും ഒക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് UDFൽ ഘടകകക്ഷികൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് ഇപ്പോഴും സ്വീകാര്യത വി.ഡി. സതീശന് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കാത്തത്. ഇതെല്ലാം കൊണ്ടാണ് നേരത്തെ മുസ്ലിം ലീഗ് മറ്റൊരു രാഷ്ട്രീയ കളി കളിച്ചത്. ശശി തരൂരിനെ കേരള രാഷ്ട്രീയത്തിൽ സജീവമാക്കുവാനും UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാനും ഒക്കെ ശ്രമം നടന്നത്. MK രാഘവൻ MP ശശി തരൂരിനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം
സമുദായ സംഘടനാ നേതാക്കളുടെ വീടുകളിൽ എത്തിച്ചതും അരമനകളിൽ എത്തിച്ചതും പാണക്കാട്ട് എത്തിച്ചതുമൊക്കെ നാം കണ്ടതാണ്. അത് ഒരു തുടക്കമായിരുന്നു. കേരളത്തിൽ ഒരു പുതിയ നേതാവ് വേണം എന്ന ആഗ്രഹം മുസ്ലിം ലീഗിനുണ്ടായിരുന്നു. വി ഡി സതീശൻ പോരാ, അതുകൊണ്ട് മറ്റൊരു നേതാവ് വേണം എന്ന്. പക്ഷേ അതിനെതിരെ വലിയ പ്രതിഷേധം കോൺഗ്രസിനകത്ത് ഉയർന്നു വന്നു. അതോടുകൂടി മുസ്ലിം ലീഗ് ഒന്ന് പത്തി താഴ്ത്തിയിട്ടുണ്ട്. ഹൈക്കമാൻഡും ശശി തരൂരിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. അതോടുകൂടി മുസ്ലിം ലീഗ് ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അതിനുശേഷമാണ് രമേശ് ചെന്നിത്തലയാണ് നല്ലത്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ വി ഡി സതീശിനേക്കാളും എന്ന നിലപാടിലേക്ക് വന്നത് മുസ്ലിം ലീഗ്. അതിപ്പോഴും തുടർന്നുണ്ട്. പരസ്യമായ ഒരു അഭിപ്രായം ഇതുവരെ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുതുയുഗ യാത്ര നടത്താൻ UDF തീരുമാനിക്കുന്നത്. ജാഥ ലീഡറായി സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് വരുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ അല്ലെങ്കിൽ വി ഡി സതീശൻ്റെ അപ്രമാദിത്വം UDF-ൽ അരക്കെട്ടുറപ്പിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. അതിനുശേഷം നടത്തിയ ഈ ഇന്റർവ്യൂവിൽ വന്ന പരാമർശം, മുസ്ലിം ലീഗിന് എതിരെ വന്ന പരാമർശം സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ചർച്ചയാകും. മുസ്ലിം ലീഗും UDF-നകത്ത് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധ്യതയുണ്ട്.